ഓർഗനൈസേഷൻ മാസ് കാഷ്വാലിറ്റി മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു പുതിയ ദേശീയ പരിശീലന പരിപാടി ഈജിപ്ത് ആരംഭിച്ചിരിക്കുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യുണൈറ്റഡ് കിങ്ഡം സർക്കാരിന്റെ ധനസഹായത്തോടെ ഹോസ്പിറ്റലുകളിലെ എമർജൻസി യൂണിറ്റുകൾക്കുള്ള മാസ് കാഷ്വാലിറ്റി മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ഈജിപ്തിന്റെ രണ്ടാമത് നാഷണൽ ട്രെയിനിംഗ് ഓഫ് ട്രെയിനേഴ്സ് പരിശീലനം ആരംഭിച്ചു. WHO-യുടെ 3 ലെവൽ ഹെഡ്ക്വാർട്ടേഴ്സ്, കിഴക്കൻ മെഡിറ്ററേനിയന്റെ റീജിയണൽ ഓഫീസ്, ഈജിപ്തിന്റെ കൺട്രി ഓഫീസ് എന്നിവ ഉൾപ്പെടുന്ന ഈ സംരംഭം WHO-യുടെ ഈ ഈജിപ്ത് ഹെൽത്ത് എമർജൻസി പ്രോഗ്രാമിന്റെ ഭാഗമാണ്. കൂടാതെ ഈജിപ്ഷ്യൻ ആരോഗ്യ പരിപാലന സംവിധാനത്തിന്റെ ദീർഘകാല പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനൊപ്പം അടിയന്തര തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നതാണ്. ഗ്രേറ്റർ കെയ്റോയിലെയും ഇസ്മായിലിയയിലെയും 6 ആശുപത്രികളിൽ നിന്നുള്ള 60 ആരോഗ്യ പരിപാലന പ്രൊഫഷണലുകളെ പരിശീലിപ്പിക്കുന്നതിനായി 16 സർട്ടിഫൈഡ് ദേശീയ ഇൻസ്ട്രക്ടർമാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കാഷ്വാലിറ്റികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഹോസ്പിറ്റലുകളിലേക്ക് രോഗികളുടെ ക്രമാതീതമായ കുത്തൊഴുക്ക് ശാസ്ത്രീയമായി തന്നെ ഹോസ്പിറ്റൽ അധികൃതർ നേരിടേണ്ടതായുണ്ട്. കാരണം മുന്നറിയിപ്പില്ലാതെ ഉണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങൾ ആശുപത്രി സംവിധാനങ്ങളെ താറുമാറാക്കാറുണ്ട്. WHO-യുടെ മാസ് കാഷ്വാലിറ്റി മാനേജ്മെന്റ് പാക്കേജ് രോഗികളെ വേഗത്തിൽ തിരിച്ചറിയുന്നതിനും ചികിത്സ നൽകുന്നതിനും അവരെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും റൂട്ട് ചെയ്യുന്നതിനും ആവശ്യമായ ഉപകരണങ്ങളും പരിശീലനങ്ങളും നൽകും. ഇതുപയോഗിച്ച് അടിയന്തര വകുപ്പുകളെ സജ്ജമാക്കും. ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷാ പരിചരണങ്ങൾ കാര്യക്ഷമമായും ഫലപ്രദമായും നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അധികൃതരെ സഹായിക്കും. ആശുപത്രികളിൽ ഉടനീളം MCM നടപ്പിലാക്കുന്നത് വർദ്ധിപ്പിക്കാൻ കഴിവുള്ള യോഗ്യതയുള്ള ഇൻസ്ട്രക്ടർമാരുടെ ഒരു സുസ്ഥിര ദേശീയ പൂൾ നിർമ്മിക്കാൻ ടോട്ട് പ്രോഗ്രാം ലക്ഷ്യമിടുന്നുണ്ട്. ആരോഗ്യ ജനസംഖ്യാ മന്ത്രാലയം, ഈജിപ്ത് ഹെൽത്ത് കെയർ അതോറിറ്റി, യൂണിവേഴ്സിറ്റി ആശുപത്രികൾ, ഈജിപ്ഷ്യൻ ഹെൽത്ത് കൗൺസിൽ എന്നിവയിൽ നിന്നുള്ള പങ്കാളികളെ ഈ പരിശീലനത്തിലൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതിനോടൊപ്പം ബഹുമേഖലാ സഹകരണം ശക്തിപ്പെടുത്തുവാനും സാധിക്കും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇൻസിഡൻസ് ഒരു സ്റ്റാൻഡേർഡ് ഏകോപിത രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ദേശീയ കേഡർ കെട്ടിപ്പടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 2022 മുതൽ WHO, ഈജിപ്ത് ആരോഗ്യ ജനസംഖ്യാ മന്ത്രാലയം, ഈജിപ്ത് ഹെൽത്ത് കെയർ അതോറിറ്റി എന്നിവരുമായി ചേർന്നാണ് മാസ് കാഷ്വാലിറ്റി മാനേജ്മെന്റ് പരിശീലനം ആരംഭിച്ചിരിക്കുന്നത്. അടിയന്തര തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിനും ഈജിപ്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ ദീർഘകാല പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ദേശീയ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് ഈജിപ്തിലെ WHO പ്രതിനിധി ഡോക്ടർ നിമ ആബിദ് പറഞ്ഞുവെച്ചത്. പരിശീലനത്തിന്റെ വിപുലീകരണം ഒരു നിർണായക നിമിഷത്തിലാണ്. കാരണം ഗാസ, സുഡാൻ എന്നിവയുൾപ്പെടെ പ്രതിസന്ധി ബാധിച്ചിരിക്കുന്ന അയൽ രാജ്യങ്ങളിൽ നിന്നും ഈജിപ്ത് ധാരാളം രോഗികളും പരിക്കേറ്റവരുമായ വ്യക്തികളെ സ്വീകരിക്കുന്നത് തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഘടനയുടെ അക്കാദമി വഴി വിതരണം ചെയ്യുന്ന ഡിജിറ്റൽ മൊഡ്യൂളുകൾ നേരിട്ടുള്ള പ്രായോഗിക സെഷനുകളുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയോജിത പഠന സമീപനമാണ് TOT പിന്തുടരുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന പ്രക്രിയയായ ട്രയേജ്, ചികിത്സാ മേഖലകളുടെ ഓർഗനൈസേഷൻ, എമർജൻസി റെസ്പോണ്ടർ റോളുകൾ, ആക്ടിവേഷൻ പ്രോട്ടോകോളുകൾ, ആക്ഷൻ കാർഡുകളുടെയും ചെക്ക് ലിസ്റ്റുകളുടെയും ഉപയോഗം എന്നിവയുൾപ്പെടെ ആശുപത്രി അധിഷ്ഠിത പ്ലാനിംഗ് ആൻഡ് റെസ്പോൺസിന്റെ പ്രധാന തത്വങ്ങളും ഈ പാഠ്യപദ്ധതി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി നടന്ന കോഴ്സിൽ പങ്കെടുത്തവർ പദ്ധതിയിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ആ പരിഷ്കാരങ്ങൾ അവരുടെ ആശുപത്രി MCM പദ്ധതികളിൽ പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം റിയൽ വേൾഡ് ഓപ്പറേഷണൽ ചാലഞ്ചുകളുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. സുസ്ഥിരത ഉറപ്പാക്കാൻ ദേശീയ പരിശീലന ശേഷി വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യവും പരിപാടിയിൽ എടുത്തു കാണിച്ചു. ഈ പഠനയാത്രയിൽ ഡിജിറ്റൽ മൊഡ്യൂളുകൾ, ടേബിൾ ടോപ്പ് എക്സസൈസുകൾ, ഓൺസൈറ്റ് കോച്ചിംഗ് എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. പരിശീലകരുടെ ഒരു പ്രാദേശിക കേഡറിൽ നിക്ഷേപിക്കുന്നതിലൂടെ ഈജിപ്തിന് MCM കോമ്പിറ്റൻസീസ് നിലനിർത്താനും പ്രാദേശിക സന്ദർഭങ്ങൾക്ക് അനുസൃതമായി മെറ്റീരിയലുകൾ തയ്യാറാക്കാനും WHO അക്കാദമിയുടെ തുടർച്ചയായ പിന്തുണയോടെ പ്രോഗ്രാം രാജ്യവ്യാപകമായി വികസിപ്പിക്കാനും കഴിയുമെന്നാണ് WHO അക്കാദമി കൺസൾട്ടന്റ് പിയറി ബെറൻഡസ് പറയുന്നത്. ഈജിപ്ത് ആരോഗ്യ ജനസംഖ്യാ മന്ത്രാലയം, മറ്റ് ദേശീയ പങ്കാളികൾ എന്നിവർ രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിലേക്ക് MCM നടപ്പിലാക്കൽ വ്യാപിപ്പിക്കുന്നത് തുടരും. പുതുതായി സാക്ഷ്യപ്പെടുത്തിയ ഇൻസ്ട്രക്ടർമാർ വ്യക്തമായ അടിയന്തര പദ്ധതികൾ സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഉണ്ടാകുന്ന അപകടങ്ങളുടെയും ദുരന്തങ്ങളുടെയും പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട അടിയന്തരാവസ്ഥകളുടെയും ഒക്കെ ഫലമായി ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കും. ഇത്തരം സാഹചര്യം കൈകാര്യം ചെയ്യാൻ MCM പ്രോഗ്രാം ആശുപത്രികളെ ഏറെ സഹായിക്കുകയും ചെയ്യും.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.